അസ്സലാമു എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ, സമാധാനം, സന്തോഷം, ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഒരു കോളർ കുർത്തി കേട്ടോ, ഫ്രണ്ട് പീസിൽ ഫ്രില്ല് വന്നിട്ട് ഒരു കോളർ കുർത്തി എങ്ങനെ ചെയ്യാന്ന് ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വീനക്ക് കോളറിലാണ് വരുന്നത്. അതേപോലെ ഒരുപാട് പേര് ഒരു സ്റ്റുഡന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് ചെയ്യണം എന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ സങ്കടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് സങ്കടപ്പെടണം കേട്ടോ. നമുക്ക് ഒരു സങ്കടത്തിൽ നിന്നാണ് ഒരു സന്തോഷം ആഘോഷിക്കാൻ കഴിയുക. നമുക്ക് എന്നും ഹാപ്പി ആയിരുന്നാലും അതിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയില്ല. ഒരു അസുഖമുള്ള ഒരു വ്യക്തിന്റെ അടുത്ത് നമ്മൾ സന്ദർശിക്കുമ്പോഴാണ് ആരോഗ്യമുള്ള നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുന്നത്. അൽഹംദുലില്ലാ, അസുഖം അള്ളാഹു തന്നില്ലല്ലോ, അങ്ങനെ നമ്മൾ അപ്പൊ ചിന്തിക്കും. അതുവരെ നമ്മളെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഓക്കെ, അപ്പൊ അതേപോലെ ദുഃഖങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്നാണ് നമുക്ക് സന്തോഷത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ സങ്കടപ്പെട്ടിരിക്കണവര് ഒരു കാരണവശാലും സങ്കടപ്പെട്ടിരിക്കണ്ട. നിങ്ങളെ തേടി നല്ലൊരു ദിവസം വരാനിരിക്കുന്നുണ്ട്. അതുവരെ ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു നോവിൽ നിന്നാണ് ഒരു വലിയ സന്തോഷം ഉണ്ടാവുന്നത്. ഒരു ഉമ്മ കുട്ടിനെ പ്രസവിക്കുമ്പോൾ ആ ഉമ്മാക്ക് ഉണ്ടാവുന്ന നോവിൽ നിന്ന് ലോകം കീഴടക്കിയ ഒരു സന്തോഷം ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ അമ്മക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കുണ്ടാവുന്ന ഒരു വേദനയിൽ നിന്ന് ഒരുപാട് സന്തോഷങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ടോപ്പിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ലെങ്ത് ആണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു 28 ഇഞ്ച് ലെങ്ത് ആണ്. ഓക്കെ, 28 ഇഞ്ച് ലെങ്ത് ആകുമ്പോൾ 29.5 1.5 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ 29.5 ഇഞ്ച് 28.5 എടുക്കാം. 30 ഇഞ്ച് ലെങ്ത് കേട്ടോ, 30 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ബാക്ക് പീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ബാക്ക് പീസ് ആണ് കട്ട് ചെയ്യണത്. സെപ്പറേറ്റ് ആണ് ക്ലോത്ത് ഇട്ടിട്ടുള്ളത് കണ്ടോ, രണ്ടായി മടക്കിയിട്ട് ബാക്ക് പീസിനെ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ സൈഡിൽ ഓപ്പൺ ഇല്ലാത്തൊരു കുർത്തിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 6.5 ഇഞ്ച്, അതിൽ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ച്. കോളർ ആകുമ്പോൾ നമ്മൾ എപ്പോഴും 1/2 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. 6.5 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, 6.5 ഇഞ്ച് നമ്മൾ ആം ഹോൾ എടുക്കുകയാണ്. ഇവിടെ 7 ഇഞ്ച് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ചെസ്റ്റ് അളവ് ആൾക്ക് 9 ആണ്. ഓക്കെ, 9 ഇഞ്ച് ചെസ്റ്റ് അളവും ഷേപ്പ് ലെങ്ത് ഒരു 13 ഇഞ്ചാണ് കേട്ടോ. 12.5 പ്ലസ് 1/2. ഷേപ്പ് റൗണ്ട് വരുന്നത് 7.5 ആണ് കേട്ടോ. ഷേപ്പ് റൗണ്ട് 7.5 വരുന്നത്. 1.5 ഇഞ്ച് തുമ്പാണ്. പിന്നെ നമ്മൾ ഇതിന്റെ താഴ്ഭാഗത്തെ ലൂസാണ് നോക്കുന്നത് കേട്ടോ. ഞാനൊരു 15 ഇഞ്ച് ലൂസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 15 ഇഞ്ച് ലൂസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഷേപ്പിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരക്കണത് കേട്ടോ. ഷേപ്പിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വരക്കണത്. ഓക്കെ, ഇവിടെ നമ്മളൊരു 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം അളവിൽ നിന്ന് പകുതി ആക്കുക ചെയ്യണം കേട്ടോ. 15നെ പകുതി ആക്കുമ്പോൾ 7.5 ഇഞ്ച് കിട്ടി. 7.5യിൽ നിന്നാണ് നമ്മൾ ഓക്കെ ഇതിലേക്ക് പോണത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് ലൈന്. ഇവിടെ നമുക്കൊന്ന് ലൈൻ ഇട്ട് ക്ലിയർ ചെയ്യാണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു പോയതാണ് കേട്ടോ. ലൈൻ ഇട്ട് ക്ലിയർ ചെയ്തു. ഓക്കെ, ഇനി നമ്മളിത് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു കോളർ കുർത്തി ആയതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പത്രിക എടുത്ത ഇത് കട്ട് ചെയ്യാണ് കേട്ടോ. അതേപോലെ നമ്മൾ ഓക്കെ, ഇനി നമ്മൾ നെക്കിന്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് നെക്കിൽ നെക്കിന്റെ വിഡ്ത്ത് 2.5 ആണ് കേട്ടോ. 2.5യിൽ നിന്ന് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1/2 ഇങ്ങോട്ട് വരച്ചു കൊടുത്തു. പിന്നെ ബാക്ക് നെക്കിന്റെ ലെങ്ത് ഞാൻ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇത് കോളർ നെക്കാണ് കേട്ടോ. കോളർ നെക്ക് ആയതുകൊണ്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്താൽ മതി. ഓക്കെ,
എല്ലാം ഇങ്ങനെ കുഴിക്കണ്ട, ഇങ്ങനെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇലയും കട്ടിങ്ങിൽ നമ്മൾ ബാക്ക് പീസാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്യാട്ടോ. ഫ്രണ്ട് പീസ് ചെയ്യാൻ ഇത് ഒരു നൈറ്റി ബിറ്റ് ആണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യണത്. ഓക്കെ, ഇത് 290 ഒരു പീസാണ്. ഇതിൽ നിന്ന് ഒരു ഷർട്ട്, ചെറിയൊരു കുട്ടിക്ക് ഷർട്ട് അടിക്കാനുള്ള ക്ലോത്ത് എടുത്തതിന് ശേഷം ബാക്കി കൊണ്ട് നമ്മൾ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇതേപോലെ ഇത് വെക്കുക. ഓക്കെ, ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടില് ഇവിടെ നമുക്കൊരു 3 ഇഞ്ചെങ്കിലും എക്സ്ട്രാ, 4 ഇഞ്ച് എടുക്കാം. ഓക്കെ, 4 ഇഞ്ച് എക്സ്ട്രാ എടുത്തു കേട്ടോ. ഇതേപോലെ ഇങ്ങോട്ട് കണ്ടോ, ഇതിന്റെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. കണ്ടോ, 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ക്ലോത്തിന്റെ കുറവുണ്ടാവും. ക്ലോത്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം, അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ലൂസ് ഇങ്ങോട്ട് വരും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യാണ് കേട്ടോ. കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്യാണ്. ഉണ്ടോ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന്റെ ആം ഹോള് ഇതേ അളവിൽ കറക്റ്റ് ചെയ്യാണ് കേട്ടോ. ആം ഹോള് നമ്മൾ ഇതേ അളവിൽ കറക്റ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഷോൾഡർ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് സൈഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സൈഡ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും ആദ്യം ബാക്ക് പീസ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പീസ് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കണ്ടോ ഇത് കറക്റ്റായിട്ട് കിട്ടും. വേണമെങ്കിൽ വെച്ച് കൊടുത്താൽ മതി. ഇല്ല, ഇനി വെച്ചില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇവിടെ എന്തായാലും ലൂസ് പീസ് ഉണ്ടാവും. അപ്പോൾ അത് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് അത് നീറ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഇതിൽ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു 11 ഇഞ്ച് ലെങ്ത്ത്, 11 അതിന് മാത്രമില്ല, അപ്പോൾ 10 ഇഞ്ച് എടുത്താൽ മതി. 10 ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഒരു പേപ്പർ ക്യാൻവാസ്. ആദ്യം നമ്മൾ പേപ്പർ ക്യാൻവാസ് എടുക്കുക കേട്ടോ. നമ്മൾ പിന്നെ പേപ്പർ ക്യാൻവാസ് എടുക്കുകയാണ് കേട്ടോ. പേപ്പർ ക്യാൻവാസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നെക്കിൻ്റെ വിഡ്ത്തിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 അല്ലേ നെക്കിൻ്റെ വിഡ്ത്ത്? 2.5. ഇത് മടക്കി വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. 2.5 + 2. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്കിൻ്റെ വിടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ആകെ 4.5 ഇഞ്ച് വിടുത്തും പിന്നെ നമുക്ക് 9 ഇഞ്ചാണ് മൊത്തം വേണ്ടത്. അതിലേക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച് കേട്ടോ. 10 ഇഞ്ച് നീളം ഇതേപോലെ ഇത് മടക്കി വെച്ചിട്ടാണ് കേട്ടോ. അത് ശ്രദ്ധിക്കുക. 4.5 ഇഞ്ച് പടി ഞാൻ മാർക്ക് ചെയ്തു. കട്ട് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു പീസ് ആയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. നിവർത്തിയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പോൾ പേപ്പർ ക്യാൻവാസ് എടുത്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ
ഇനി ഇതാ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടോ ഈ അളവ് മാർക്ക് ചെയ്യാം. ഈ അളവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ. മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്യാം. കണ്ടോ? എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്യുക. വീണ്ടും ഇതിൽ നമ്മൾ 1/2 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്തിട്ട് അതിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, 1/2 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക. ഇതിപ്പോ ഇതിന്റെ പ്രിന്റ് നീളയല്ലേ വരുന്നേ. അപ്പൊ സെപ്പറേറ്റ് ഇതിനോട് മാച്ചായ പിന്നെ പീസാണ് വെക്കുക. നമ്മൾ ഇതിൽ നിന്ന് ഈ പീസ് തന്നെ മതി എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മളിത് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊരു ബോർഡർ ആണ് മനസ്സിലാക്കി എടുക്കാൻ കഴിയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് ഇതുമേൽ അയൺ ചെയ്യാം കേട്ടോ. ഇതുമേൽ നമ്മൾ അയൺ ചെയ്യാണ്. ഓക്കെ, ഈ പീസിനെ അയൺ ചെയ്യാം. നമുക്ക് വേണ്ട നെക്കിന്റെ വിഡ്ത്ത്, ഇവിടുത്തെ നെക്കിന്റെ വിഡ്ത്ത് എത്രയാണോ വേണ്ടത്, എത്ര ഞെറിവ് വേണോ ഇതിന്റെ കറക്റ്റ് ഇതിൽ ഈ ഞെറിവിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷമാണ് എത്ര ഞെറിവ് വേണമെന്നുള്ളത് നമ്മളിതിൽ നോക്കുക കേട്ടോ. അപ്പൊ ആദ്യം ഇത് നമ്മൾ ഒന്ന് അയൺ ചെയ്ത് സെറ്റാക്കാം. ഇവിടെ കണ്ടോ, ഇതൊന്ന് കറക്റ്റായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. ഇതിന്റെ സെൻട്രൽ ലൈൻ ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ ആദ്യം നെക്ക് വരക്കുകയാണ് കേട്ടോ. ഇതിൽ ഏത് നെക്കാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ നെക്ക് വരക്കുക. ഞാനിത് കോളർ നെക്കാണ് വിചാരിച്ചത്, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് കോളർ വരക്കുന്നത്. ഓക്കെ, അപ്പൊ നെക്കിന്റെ വിഡ്ത്ത് ഇതിപ്പോ എത്ര നമ്മൾ മാർക്ക് ചെയ്തത്? ഇത് 2.5 മാർക്ക് ചെയ്തത് അല്ലേ, 2.5. അപ്പൊ ആ 2.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതേപോലെ 2.5 ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ട് ലെങ്ത് നമ്മൾ 2.5 1 ഇഞ്ച് കൂട്ടിയിട്ട് 1/2 ഇഞ്ച് കൂട്ടിയാൽ മതി. 3 ഇഞ്ച് കേട്ടോ. 2.5ലേക്ക് 1 ഇഞ്ച് കൂട്ടണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 1/2 ഇഞ്ച് മേലെ സ്റ്റിച്ച് ചെയ്ത് പോകും. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയാൽ 3.5 ഇഞ്ച്. ഓക്കെ, 3.5 ഇഞ്ച് ലെങ്ത് ആണ്. 2.5 ഇഞ്ച് വിഡ്ത്തും 3.5 ഇഞ്ച് ലെങ്ത്തും ആണ് മാർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1/2 ഇഞ്ച് കൂട്ടണ്ട, ഈ തുമ്പിന്റെ 1/2 ഇഞ്ച് കൂട്ടണ്ട കേട്ടോ. കട്ട് ചെയ്യാൻ ക്ലോത്തിൽ മാത്രം കട്ട് ചെയ്യുകയാണെങ്കിൽ, പേപ്പർ ക്യാൻവാസ് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ 1 ഇഞ്ച് കൂട്ടണം. കാരണം 1/2 ഇഞ്ച് ഷോൾഡറിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. ഓക്കെ, ഇതൊരു ചതുരാക്കി മാറ്റുക ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങനെ മാറ്റി. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ചും ഉണ്ടോ. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടോ 1/4 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇത് നമ്മൾ റൗണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ റൗണ്ട് കോളറാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റൗണ്ട് പീസാണ്. അപ്പൊ ഇതിപ്പോ നമ്മൾ നെക്ക് നമ്മളിപ്പോ കട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നെക്കിന്റെ പീസ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാത്തത്. നമുക്ക് ഈ വി പോർഷൻ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഈ വീതാ ഈ വി പോർഷന് മാത്രമാണ് ഇപ്പൊ നമ്മൾ ചെയ്യണത്. നമ്മൾ തുണിയിൽ ചെയ്തതിന് ശേഷം നമ്മൾ തുണിയിൽ റൗണ്ട് ചെയ്ത് പേപ്പർ ക്യാൻവാസ് ചെയ്തതിന് ശേഷം നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതാ അയൺ ചെയ്യാം. അപ്പൊ ഇത് അയൺ ബോക്സ് ഇല്ല, അത് കാരണം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സോറി, അയൺ ബോക്സ് ഇല്ല, കറണ്ട് ഇല്ല. ഇൻവെർട്ടർമേലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലത്തെ ഒരു പീസും കൂടെ നമുക്ക് വേണം കേട്ടോ. ഇതേപോലത്തെ ഒരു പീസും കൂടെ നമുക്ക് വേണം കട്ട് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ.
ഇതിന് ഇതൊരു ചതുര ഷേപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്ത് ഷേപ്പാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഷേപ്പാണ് നമ്മൾ ഇതിൽ വരക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യരുത്. കട്ട് ചെയ്യണ മുമ്പ് നമ്മൾ ഏതാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഷേപ്പ് ഉണ്ടാവുമല്ലോ, നല്ല ഭംഗി ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ഷേപ്പ്, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ആദ്യം നിങ്ങളെ ചതുരം കാണിക്കാന്നാ വിചാരിച്ചത് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കണ്ടോ, ഇതല്ലേ നമ്മൾ റൗണ്ട് വരച്ച് വെച്ചില്ലേന്നോ, അതിൽ നെക്കിനെ കട്ട് ചെയ്യാണ്. കണ്ടോ, നമ്മള് നെക്കിനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളൊരു പീസ് വെച്ചിട്ട് ഇതടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇതിന്റെ സെയിം പീസ് വീണ്ടും വേണമെന്ന് പറയണത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ ഇതിനൊരു പീസും ആവശ്യമാണ്. നമ്മൾ നോക്കുക ഇതിന്ന് എവിടുന്നാണ് ഒരു പീസ് കിട്ടുകയെന്ന്. ഇതിന്ന് ആദ്യം നമ്മൾ കൈ എടുക്കുക കേട്ടോ. കൈ എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ പീസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വേറൊരു പീസ് വെച്ചെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അത് ഉള്ളോട്ട് പോകുമല്ലോ, പുറത്തേക്ക് വരാത്ത ഭാഗമായതുകൊണ്ട് ഉൾവശത്തേക്ക് പോണതുകൊണ്ടാണ് വേറെ പീസ് വെച്ചാലും മതി എന്ന് പറയണത്. അപ്പൊ നമ്മളിത് ആദ്യം ഇത് കൈക്ക് എന്തായാലും നമ്മളൊരു പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. കൈ ലെങ്ത് കുറവാണ്, ലെങ്ത് ഇത് 13 ആൾക്ക് എന്തായാലും 16 വേണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 16 വേണമെങ്കിൽ ഇവിടെ ഒരു പീസ് ഇട്ട് കൊടുത്താലും മതി. നോക്കട്ടെ കേട്ടോ, ഇവിടെ ഒരു പീസ്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ ഈ പീസ് തന്നെ 16 താഴ്ഭാഗത്തേക്ക് നമുക്ക് പീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 3 ഇഞ്ച് ഷേപ്പ് ചെയ്യാണ് കേട്ടോ. 3 ഇഞ്ചിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു. കൈയിൻ്റെ ലൂസ് ഒരു 4.5 മതി. അപ്പോ ഇത് കയ്യിറക്കം ഒരു 16 + 1 ഒരു 17 ഇഞ്ച് ലെങ്ത് വേണം. കണ്ടോ, ഈ ലെങ്ത് വേണം ശരിക്കും. ഈ ലെങ്ത്തിൽ കട്ട് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പീസ് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞാലോ, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ അങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 4.5 6 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്ത് കേട്ടോ. അടിലൂസ് നമ്മൾ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കണ്ടോ, ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നൈറ്റി ബിറ്റാണ്, ശരിക്കും സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവും. ഞാൻ ഇതിൽ നിന്ന് ഷർട്ട് എടുത്തതുകൊണ്ടാണ് ഇതില്ലാതെ പോയത് കേട്ടോ. ഇതിനു വേണ്ടി കണ്ടെത്താന്ന് പറഞ്ഞില്ലേ, ആ പീസിന് ക്ലോത്ത് വേണം, കോളറിന് ക്ലോത്ത് വേണം. അപ്പൊ നമ്മൾ കോളറിന്റെ ക്ലോത്താണ് ആദ്യം മാറ്റി വെക്കേണ്ടത്. പീസ് നമുക്ക് സെപ്പറേറ്റ്, കോളറിനപ്പോൾ ക്ലോത്ത് ഇല്ല. അത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കോളറിന് ക്ലോത്ത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു വേസ്റ്റ് പീസാണ് എടുക്കണത് കേട്ടോ. ഒരു വേസ്റ്റ് പീസ് ഇവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇതിനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് കണ്ടോ. എന്നിട്ട് നമ്മളിത് ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്ക് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഈ നെക്കൊന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ചിങ് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കറക്റ്റ് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഏകദേശം നമുക്ക് ആ ഒരു ഇത് കിട്ടിയാൽ മതി. ഓക്കെ, നമ്മൾ ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഒപ്പം വെക്കുക. ഒപ്പം വെച്ചിട്ട് കണ്ടോ, അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ചിലർ ഇവിടെ റൗണ്ട് കൊടുക്കും. എന്ത് കൊടുക്കുകയാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാനൊരു ജസ്റ്റ് വി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. എടുത്തോണ്ട് എന്നിട്ട് നമ്മൾ കണ്ടോ, നമ്മളിത് മറക്കുക ചെയ്യണത്. ഓക്കെ, കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. വീതി കൂടുതൽ വേണം, അല്ല നിങ്ങൾക്ക് കുറച്ച് വീതി മതി, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ. നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത ക്യാൻവാസിൻ്റെ അതിൻ്റെ കറക്റ്റ് കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നമ്മളിതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇത് കറക്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ തുണി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നും കൂടെ നിങ്ങൾ ഇതിന്ന് പഠിച്ചില്ലേ. അപ്പൊ സെയിം ക്ലോത്ത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? സെയിം ക്ലോത്ത് ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ക്ലോത്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട് പീസ് നമുക്ക് കിട്ടിയിട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എത്ര നീളം ഉണ്ട് നോക്കുക. അതിൽ നിന്ന് 1/2 ഇഞ്ച് വീതം തുമ്പ് ഒഴിവാക്കുക. ഇത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം 1/2 ഇഞ്ച് തുമ്പ് എല്ലാ ഭാഗത്തേക്കും ഒഴിവാക്കിയിട്ട് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിൻ്റെ ഈ ഒരു വീതിയിലായിരിക്കണം നമ്മൾ ക്ലോത്ത് ഞെറിവിടേണ്ടത്. ക്ലോത്ത് എടുത്ത കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുമ്മേലും ഞെറിവിടുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഭാഗത ഈ വെട്ടും അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. ചോക്കൂടെ സെൻറ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു കേട്ടോ. അതേപോലെ ഇതിനൊരു സെൻറ്റർ ഉണ്ട്, ഇതിന് രണ്ടിനും ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററും നമ്മൾ മാർക്ക് ചെയ്യാണ് കേട്ടോ. ഇതിന് രണ്ടിനുള്ള സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇതിനൊപ്പം വെക്കുക. ഇതിനെ കറക്റ്റായിട്ട് വെക്കുക. ഈ പീസ് നമ്മളെ ഈ ഒരു വി വരുന്ന ഭാഗം നമ്മൾ ഈ കട്ടിങ്ങിൽ വെക്കണം. ഓക്കെ, ഉണ്ടോ? കട്ടിങ്ങിൽ വെക്കണം. ഈ നോട്ട്സ് ഇട്ട സ്ഥലതാ ഈ നോട്ട്സും ഈ ലൈനും ഒന്നിച്ചായിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഉണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കുഞ്ഞു ഞെറിട്ട് കൊടുത്താൽ മതി കേട്ടോ. കുഞ്ഞു ഞെറികളാണ് ഭംഗി ഉണ്ടാവുക. വലിയ സംഭവം ഒന്നും ഇടണ്ട. വലിയ ഞെറി വിട്ടാൽ വൃത്തി ഉണ്ടാവില്ല കേട്ടോ. നമ്മളിങ്ങനെ ഞെറി വിട്ട് കൊടുക്കുക. അതേപോലെ ഇങ്ങനെ ഞെറി വിടുക കേട്ടോ. അപ്പൊ നമ്മൾ സെന്ററും ഒന്നിച്ച് വന്നു. കണ്ടോ, സെന്ററും ഒന്നിച്ച് വന്നു. കുഞ്ഞു ഞെറി വിട്ട് കൊടുത്താൽ മതി. നൂല് വലിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ നല്ലതായി തോന്നുന്നത് അതേപോലൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ അല്ല നമ്മളെ മാർക്കിങ്, അതും നമ്മളെ കട്ടിങ്ങും ഒന്നിച്ച് വരണം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇവിടെ നിർത്തി കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് മൊത്തമായിട്ട് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് നിർത്തി കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കാര്യം എങ്ങനെയാ നോക്കാം. നൂല് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഈ പീസ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മളെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അകല്യ, അവിടെ നമ്മളൊരു കണ്ടോ ഒരു കോണിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കീറി പോയരുത് കേട്ടോ, ചെറുതായിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമുക്കൊന്ന് പിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, നമുക്കൊന്ന് ഇതിനെ ഇങ്ങോട്ട് പിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ,
എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഉണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു കോണ് വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ഈ ഭാഗം നമ്മൾ കണ്ടോ സ്റ്റിച്ച് ചെയ്തു. നീറ്റായില്ലേ? ഓക്കെ. അപ്പൊ സൈഡില് ഫ്രണ്ടിൽ നമ്മൾ ഇത് കൊടുത്തുകാണ്ട് ഇപ്പൊ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം. ഇത് റൗണ്ട് ആണെങ്കിൽ നമ്മൾ റൗണ്ട് ആയിരിക്കണം. നമ്മളിപ്പോ ജസ്റ്റ് ചതുരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗതാ, ഈ ഭാഗം കാണിക്കാട്ടോ. ഇവിടെ ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ലൈനില് കണ്ടോ, ഇത് ഞാൻ നിങ്ങളെ ശരിക്കും കാണിക്കാനാണ് ഈ നിവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്നത്. ഈ കോണിതാ, ഈ കോണാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക, കുറച്ച് ചെറിയൊരു കട്ടിങ് കേട്ടോ. ഓക്കെ, കണ്ടോ? എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക, ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഇവിടുന്ന് തന്നെ കാണിക്കുക, ഈ ഭാഗം കാണിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. മുകൾ ഭാഗത്ത് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചു, കണ്ടോ? എന്നിട്ട് ഈ കോണിൽ വരണം, ഈ കോണിങ്ങനെ നിവർത്തി വരണം കേട്ടോ. ഓക്കെ, ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കണ്ടോ? എന്നിട്ട് നമ്മളെ ഈ അളവിലേക്ക് കറക്റ്റ് ചെയ്തിട്ടോ. ഇനി നമ്മളിത് മറിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അയൺ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുത്തില്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അയൺ ചെയ്യുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആവും കേട്ടോ. ഓക്കെ, ഈ നെറിവൊക്കെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റിച്ചിൽ എന്തായാലും ഇത് നിൽക്കൂല. അപ്പം 2 സ്റ്റിച്ച് നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ഡ്രസ്സായതുകൊണ്ടും ഇനി നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ അതേപോലെ ഇതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് പ്രസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ, മുകൾ ഭാഗത്ത് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ ഒരടി അവിടെ ഇട്ട് കൊടുത്തോണ്ടി കുഴപ്പമില്ല. പക്ഷെ എങ്ങനെ ചെയ്തിട്ട് അയൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഈ ഞെറിവൊക്കെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു വൃത്തിക്ക് കിട്ടുമോ എന്നറിയില്ല. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസ് ഇതിന് യോജിപ്പിക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അപ്പോൾ ഫ്രണ്ടിൽ എങ്ങനെ മാം നെറി വരുന്നത് ചോദിച്ച് വിളിക്കണവർക്കുള്ള റിപ്ലൈ ആണ്. ഇനി പുതുതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കണവർക്കൊക്കെ ഉള്ള റിപ്ലൈ ആണത് കേട്ടോ. ഓക്കെ, കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഷോൾഡർ കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഒരു ഇത്തിരി തുമ്പ് ഇതായി നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മളിതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ കറക്റ്റായിട്ട് ഉള്ളത്. ഇനി നമ്മൾ കോളർ വെക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ നമ്മൾ ഒരു നോർമൽ നെക്കാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തുമ്പാണ് കേട്ടോ. ഈ തുമ്പിൽ നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് മടക്കി അടിക്കുമ്പോഴാണ് കണ്ടോ, അതിനാണ് ഈ തുമ്പ് എക്സ്ട്രാ ഉള്ളത്. കോളർ ആകുമ്പോൾ നമുക്ക് ഈ തുമ്പിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ തുമ്പിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. കണ്ടോ, ഇതിനൊപ്പം കറക്റ്റ് ചെയ്ത് കൊടുക്കും. കോളർ അല്ലാന്നുണ്ടെങ്കിൽ ഈ തുമ്പ് നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്താ,
നമുക്ക് സ്റ്റിച്ചിങ്ങിന് തുമ്പ് വേണം അല്ലേ. അപ്പൊ അതാണ് ഈ തുമ്പ് എക്സ്ട്രാ വന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ തുമ്പ് എന്താ എക്സ്ട്രാ വന്നിക്കിടുന്നത്. അപ്പൊ അതിന്റെ കാരണം അതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക ആദ്യം കേട്ടോ. സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ കണ്ടോ ഈ നിലവിലുള്ള അളവ് ഇതാ, നിലവിലുള്ള ഈ അളവ് നമ്മൾ 1.5 ഇഞ്ച് തുമ്പിട്ടില്ല. 1.5 ഇഞ്ച് തുമ്പിൽ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മള് അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും ആ 1.5 ഇഞ്ച് ഷേപ്പിൽ ഓക്കെ 1.5 ഇഞ്ച്. പിന്നെ ഇതൊരു ജീൻസ് കിടുന്ന ടോപ്പാണ്. അപ്പൊ നമ്മളിത് നല്ല ബോഡി ഫിഗറിൽ ചെയ്യൂല, ജസ്റ്റ് ഒരു ഇതിലേ പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ആർക്കും ടൈറ്റായ ഡ്രസ്സ് വേണ്ട. നമ്മളൊരു ചുരിദാർ ഉപയോഗിക്കണ പോലെ ടോപ്സ് ഒന്നും ആരും ഉപയോഗിക്കില്ല. ഓക്കെ, അവർക്കൊക്കെ വേണ്ടത് ലൂസാണ്. അങ്ങനെ നമ്മൾ സൈഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് മടക്കി അടിക്കുകയാണ് കേട്ടോ. താഴ്ഭാഗത്ത് മടക്കി അടിക്കാൻ നമ്മുടെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിരിയാതിരിക്കാനാണ്. കാരണം അത് അവിടെ കുടുങ്ങി പോയാലേ പിരിഞ്ഞു പോകും. എല്ലാവരും ചോദിക്കാറുണ്ട് താഴ്ഭാഗത്ത് ഇങ്ങനെ മടക്കി അടിക്കുന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോണത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ ക്രോസ് ആയിട്ടാണ് ഇതിന്റെ കട്ടിങ് വരുന്നത്. സൈഡ് നമ്മൾ എന്തായാലും ക്രോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പിരിയും. ഇപ്പൊ പർദ്ദ, ഷർട്ട് ഇതൊക്കെ നമുക്ക് പിരിഞ്ഞു പോകും. അപ്പൊ പിരിച്ചിൽ മാറാനുള്ള നമുക്ക് ഉള്ള ഒരു മാർഗ്ഗമാണ് ഇപ്പൊ നമ്മൾ ചെയ്യണത്. താഴ്ഭാഗത്ത് ആദ്യം ഒരു 1 ലെയറിൽ, ഒരു ഒറ്റ ലെയറിൽ ഇങ്ങനെ നമ്മൾ പിന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, രണ്ടായി മടക്കാതെ ഒരു തവണ മാത്രം മടക്കിയിട്ട് കണ്ടോ ഇങ്ങനെ മടക്കുക. അപ്പൊ താഴെ നീറ്റായി വന്നില്ലേ, താഴെ നമുക്ക് നീറ്റായി വന്നിക്കണം കേട്ടോ. കണ്ടോ, രണ്ടാമത്തെ ഭാഗം വീണ്ടും മടക്കുമ്പോൾ മുകൾ ഭാഗത്ത് ചെയ്യാം. പിന്നെ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് പിരിച്ചിൽ വരികയാണെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ സ്റ്റിച്ചിങ് വരും. നമ്മൾ സ്റ്റാൻഡ് പൊക്കാതെ പിരിഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് വരാത്തത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, റെഡി ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതെങ്ങനെ കോളർ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കൈ വെക്കുക, കോളർ വെക്കുക എന്നുള്ള ഒരു സംഭവമാണല്ലോ കേട്ടോ. മാഷാ അല്ലാഹ്, എന്തോ ഒരു ഭംഗിയിലേ കാണാൻ. ഈ കട്ടിങ്ങും ഈ ഞെറിവും ഇതൊക്കെ നമ്മളിനി കൈ വെച്ച് കൊടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കാം. കൈ എടുത്തുണ്ട്. നമ്മൾ ഒരു പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. കൈക്ക് ലെങ്ത് ഇല്ലാഞ്ഞിട്ടാണ് പീസ് വെച്ച് കൊടുക്കണത് കേട്ടോ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൾക്കൊരു 16 ഇഞ്ചൊക്കെ കൈയിൻ്റെ ലെങ്ത് വേണമെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു പീസ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്താലും അത് ആ രീതിയിലാവുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഒരു പീസ് വെക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ബോറാവുമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇത്ര ഒരു 2 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. കണ്ടോ ഇല്ലേ? അപ്പോൾ അതേപോലെ 2 കൈക്കും ഓരോ പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. കൈയാണ് വെക്കുന്നത് കേട്ടോ. കൈ നമ്മൾ സെൻറ്ററും വെച്ച് നല്ല ഭാഗവും വെച്ചിട്ടാണ്. കൈയൊക്കെ വെക്കാൻ നിങ്ങൾക്ക് അറിയാം. വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും അറിയുമായിരിക്കും. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റു വീഡിയോകൾ നോക്കിയാൽ മതി. ഓക്കെ, അതിൽ കൈ മാത്രം വെക്കണത് എങ്ങനെയാന്നുള്ള വീഡിയോസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളപ്പോൾ കൈയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. കൈ നമ്മൾ വെച്ചു. ഓക്കെ,
അങ്ങനെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ കോളറാണ് കേട്ടോ. ഇനി നമ്മൾ കോളറാണ് ചെയ്യണത്. കോളർ ചെയ്യണ മുമ്പ് നമ്മൾ നോക്കുക എങ്ങനെ കോളർ ചെയ്യാന്നുള്ളത്. റൗണ്ട് കോളറാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പൊ കോളർ വെക്കാൻ ഇതിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് മടക്കുക. കണ്ടോ, ഇത് മടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റിച്ചും ഒപ്പം വന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. കണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒന്നിച്ച് വരണം കേട്ടോ. 2 സ്റ്റിച്ചും ഒന്നിച്ച് വരണം. ഓക്കെ. എന്നിട്ട് നമ്മൾ കണ്ടോ ഇതിന്റെ അളവ് എടുക്കുകയാണ് കേട്ടോ. ഇതിന്റെ കറക്റ്റ് അളവ് എടുക്കുക. വലിക്കൊന്നും വേണ്ട കേട്ടോ. വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലോത്ത് എന്തായാലും ബാക്ക് പീസ് വലിഞ്ഞു പോകും. ബാക്ക് പീസിൽ നമ്മൾ ഒരു സപ്പോർട്ട് ഇല്ല, അത് കട്ട് ചെയ്ത ഭാഗമാണ്, അപ്പോൾ വലിഞ്ഞു പോകും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഒരു മിനിറ്റ്. 2 3 4 5 6 7 8 8:45 കറക്റ്റ് കേട്ടോ. 8:45 കറക്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതിന്റെ ഒരു നെക്ക് കട്ട് ചെയ്ത പീസിന്റെ ആവശ്യമുണ്ട് എന്ന്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോളർ വരക്കണത് കേട്ടോ. നിങ്ങൾക്ക് ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാന്ന് വിചാരിച്ചാണ്. കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കത്രിക എടുത്താ കട്ട് ചെയ്തെടുത്ത് കേട്ടോ. എന്നിട്ടൊന്ന് ഒരു ലൈൻ ഇട്ട് കൊടുത്തു. നമ്മൾ 8:45 കേട്ടോ നമ്മളെ അളവ്. ആ 8:45 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു അല്ലേ. ഇവിടെ 8 അല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് റൗണ്ടാണ്. അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ 8:45 കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഒരു 3.5 അല്ലേ നമ്മളെ നെക്കിൻ്റെ ഇറക്കം, ആ 3.5 മാർക്ക് ചെയ്തു. ഓക്കെ. എന്നിട്ട് കറക്റ്റായിട്ട് ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ പീസ് ഈ പീസ് നമ്മൾ 2 മടക്കി കേട്ടോ. ഓക്കെ. 2 മടക്കിയിട്ട് താഴ്ഭാഗത്ത് നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ. ലൈൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് 8:45 വേണ്ടത്. ഇതൊരു 8 ഇഞ്ചാണ് നീളമുള്ളത്. അപ്പം നമുക്കിത് റൗണ്ട് ചെയ്ത് പോണതുകൊണ്ട് നമുക്ക് അത്ര നീളം മതി. ഓക്കെ. നമുക്ക് 8 ഇഞ്ച് നീളം മതി കേട്ടോ. ഓക്കെ. വരച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ടോ ഇതിൻ്റെ നിലവിലുള്ള ഈ അളവ് ഈ അളവിൽ 1 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു മൂലയിൽ ഇതിങ്ങനെ മടക്കി വെക്കുക. ഇതിൻ്റെ കറക്റ്റ് ഈ ഷേപ്പിക്കാണ് ഉണ്ടോ നമ്മളിങ്ങനെ. ഓക്കെ. ഇതാണ് നമ്മളെ കോളറിൻ്റെ ഷേപ്പ് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച്, ഓക്കെ, ഇവിടുന്ന് നമ്മൾ 1 ഇഞ്ച് ഉണ്ടോ ഇങ്ങനെ ഓരോ ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അളവെടുക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തെ ഇതൊന്നിങ്ങനെ വരച്ച് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടുന്നാണ് അളവെടുക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മളെ. ഓക്കെ. 6.5 8 8:45 വരുന്നത് ഇവിടെയാണ് കണ്ടോ. അപ്പോൾ ഇതിൽ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ കണ്ടോ ഒരു ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മളിത് കട്ട് ചെയ്തെടുത്താലോ. ഇനി കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പിന്നടിച്ചു കൊടുക്കാം കേട്ടോ, നീങ്ങി പോകാതിരിക്കാൻ. നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ്ഫുൾ ആവണം അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് കണ്ടോ, ഇതാണ് നമ്മളെ കോളർ. ഓക്കെ.
ഇനി നമ്മളിത് തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇല്ലാതിരിക്കുമ്പോൾ കോളർ എങ്ങനെ വെക്കാമെന്നും കൂടി നമുക്ക് പഠിക്കണ്ടേ. ഓക്കെ, ഇതിങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ കൂടെ ഓക്കെ, സെൻറ്ററിൽ കൂടെ ഒരടി ഇട്ട് കൊടുക്കുക കേട്ടോ. കേട്ടോ, നമ്മൾ ആദ്യം ചെയ്യണത് ഇതിൻ്റെ താഴ്വശം മടക്കി അടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ താഴ്ഭാഗം നമ്മൾ ഈ വേസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. വേസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഓക്കെ ഉണ്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതേപോലെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് കണ്ടോ, 1/2 ഇഞ്ച് വിട്ട് നമ്മൾ ഒരു ക്ലോത്ത് എടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ ഈ ക്ലോത്ത് വെക്കാൻ വേറൊരു ക്ലോത്തിനെ കൊണ്ടുവരികയാണ്. ഓക്കെ, നമുക്ക് ക്ലോത്ത് കുറവായതുകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നോക്കുക, അതൊക്കെ നോക്കാം കേട്ടോ. അതൊക്കെ പീസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സെൻറ്ററിൽ ഇത് കൊടുത്ത് 2 വശത്തും കൊടുത്തിട്ട് അടിപൊളിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ തുണി ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യുന്നും കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിക്കാം കേട്ടോ. നമ്മൾ തുണി ഉണ്ടായാൽ മാത്രം ചെയ്ത് ശീലിക്കേണ്ട കാര്യങ്ങൾ തുണി ഇല്ലാതായാൽ എന്ത് ചെയ്യുന്നും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 1/2 ഇഞ്ച് കയറ്റി വെക്കുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കയറ്റി വെക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഓക്കെ മേലോട്ട് വെക്കുക. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ചോളം തുമ്പ് വേണം. ഇവിടെ നിന്നാണ് നമ്മൾ കോളറിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങേണ്ടത്. ഇവിടുന്ന് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കാര്യത്തിൽ ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് ചിലർക്ക് കറണ്ട് ഇല്ല ഞാൻ ഇപ്പം എങ്ങനെ കളർ വെക്കുക അല്ലേ, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആവുന്നവർക്ക് കറണ്ട് ഇല്ല ഞാൻ ഇത് ചെയ്യണം എന്നും കൂടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പഠിച്ചില്ലേ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, കറക്റ്റായി കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വിട്ടിട്ട് കൊടുക്കൽ നിർബന്ധമാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ വൃത്തിക്ക് കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ വിട്ടിട്ട് കൊടുക്കുക. ഒരിക്കലും കത്രികൻ്റെ മുകൾ വശം ഉൾഭാഗം കൊണ്ട് ഇടരുത്. ഈ ഒരു തലപ്പ് കൊണ്ട് മാത്രം ഇടാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിത് മറിക്കുകയാണ്. മറിച്ചിട്ട് കണ്ടോ, മറിക്കുമ്പോഴാണ് നമ്മളെ കോളർ എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ഓക്കെ, മറിച്ചിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് കണ്ടോ ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ടാലും നീറ്റായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നല്ലേ നമ്മൾ നോക്കണത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റിച്ച് അഴിച്ചെടുക്കുക കേട്ടോ. ഇതുമെന്ന് അഴിച്ചെടുക്കുക. ഇവിടെ നമ്മൾ അര ഇഞ്ച് അര വേണ്ട 1/4 ഇഞ്ച് കേട്ടോ. 1/4 ഇഞ്ച് മതി. 1/4 ഇഞ്ച് കിട്ടിയാലാണ് ഉള്ളോട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ തുമ്പ് പുറത്തോട്ട് തള്ളി വരും. 1/4 ഇഞ്ചിൽ നമ്മൾ കറക്റ്റ് ചെയ്യാം.
കണ്ടോ 1/4 ഇഞ്ച് ഇത്ര മതി. ജസ്റ്റ് ഒരു ചിലർ 0.1 ഇടുള്ളൂ തുമ്പ്. എന്നിട്ട് നമ്മൾ ഇതിനെ കറക്റ്റായിട്ട് മടക്കി സെൻറ്റർ റെഡിയാക്കുക കേട്ടോ. കറക്റ്റായിട്ട് മടക്കിയിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ഒന്നിച്ച് നിന്നതിന് ശേഷം കണ്ടോ സെൻറ്ററിൽ നമ്മളൊരു കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതെടുക്കുക, ടോപ്പ് സെൻറ്റർ പോർഷന് കറക്റ്റ് പിടിക്കുക. ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കോളർ വെച്ച് തുടങ്ങേണ്ടത്. ഓക്കെ. എന്നിട്ട് നമ്മൾ ഉൾഭാഗത്തു നിന്നാണ് വെക്കുക കേട്ടോ. ഉൾവശത്തു നിന്നാണ് വെക്കുക. കണ്ടോ ഈ ഉൾവശവും ഈ തുമ്പും കൂടെയാണ് വെക്കുക. ഓക്കെ. നോട്ട്സ് ഒന്നിച്ച് വെച്ചു. ഓക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ തുമ്പ് ബാക്കിക്ക് വരണം. ഒരു കാരണവശാലും മുന്നോട്ട് വരരുത് കേട്ടോ. നമ്മൾ കറക്റ്റ് വെച്ചു. നിങ്ങൾക്ക് ഇവിടെ പിരിയെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. കണ്ടോ ചെറിയൊരു കട്ടിങ് ഇടുമ്പോൾ കറക്റ്റായിട്ട് വരും. ഓക്കെ. നമ്മൾ ഇനി നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് കണ്ടോ ഇവിടെ എത്തുമ്പോൾ കണ്ടോ ഇതും കണ്ടോ കറക്റ്റായിട്ട് വരുന്ന ഇങ്ങനെ വരണം കേട്ടോ. ഉണ്ടോ ഈ പോയിന്റിക്കാണ് നമ്മൾ വരേണ്ടത്. ആ പോയിന്റിക്ക് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. കണ്ടോ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരണം. അതേപോലെ നമ്മൾ കണ്ടില്ലേ, അതേപോലെ ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. ഇത് എന്തിനാ പിരിയാതിരിക്കാനാണ് കേട്ടോ. തുമ്പിലൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. ഷോൾഡർ തുമ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ തുമ്പിനെ ബാക്ക് പീസുമൊക്കെ വെക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ കേട്ടോ ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ മടങ്ങിയിട്ട് തന്നെ നിൽക്കണം. ഈ മടക്ക് ഈ ഫ്രണ്ട് പീസ് കണ്ടോ, ഫ്രണ്ട് പീസ് ബാക്ക് പീസ്, ഈ ബാക്ക് പീസിന്റെ ഈ മടക്കും ഇത് ഒന്നിച്ച് വരണം. കണ്ടോ അങ്ങനെ നമ്മളെ കോളർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇത് വെട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കുക. ഈ വളഞ്ഞു വരുന്ന കെർവ് ചെയ്ത ഭാഗങ്ങളിൽ ജസ്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ, രണ്ട് ഭാഗത്തും. അപ്പോൾ ഇതോടുകൂടെ ഫിനിഷിങ്ങൊക്കെ പോവുകയാണ് കേട്ടോ. ഇനി നല്ല ഭാഗത്തേക്കാണ് നമ്മൾ കോളർ മറച്ച് വെക്കുന്നത്. കണ്ടോ കോളർ വരുന്നത് നല്ല വശത്തേക്കാണ് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ഇതേപോലെ തുമ്പിനെ ഉള്ളോട്ട് ശരിക്ക് ഉള്ളോട്ട് ഇതാക്കുക കേട്ടോ. അതിന് ശേഷം തുമ്പ് പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പം നമ്മൾ ഒരു കോളർ എത്ര സിമ്പിളായിട്ടാണ് അല്ലേ വെച്ചത്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. വളരെ ഈസി ആയിട്ട്. ടൈലറിങ് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡും ടൈലറിങ്ങിലുണ്ട് കേട്ടോ. മാഷാല്ലാ, കണ്ടോ കോളർ കുർത്തിട്ടോ, ഫ്രണ്ടിൽ വീനക്കില്, ഫ്രണ്ടിൽ ഞെറി വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് പീസ് കൊടുത്താൽ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ പിന്നെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും പഠിക്കാനുള്ള നല്ല മാർഗമുണ്ട്. 500 രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് 6 മാസം വരെ പഠിക്കാം. ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, ഇതുപോലുള്ള കുർത്തീസ്, ജീൻസ് കിടുന്ന പലതരം വെറൈറ്റി കുർത്തീസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് തരുന്നത്. കൂടാതെ നമ്മൾ കോൺഫിഡന്റ് ആക്കി തരിക എന്നുള്ളതാണ്. സ്റ്റിച്ചിങ് കട്ട് ചെയ്യാൻ നല്ല ധൈര്യം വേണം. സ്റ്റിച്ചിങ് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, നമുക്കത് ചെയ്യാനും പ്രാവർത്തികമാക്കാനും നല്ല കോൺഫിഡന്റ് വേണം. അപ്പൊ എങ്ങനെ നിങ്ങളെ കോൺഫിഡന്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഒന്നാമത്തെ ഘട്ടം. അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ ഒരു ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിലിപ്പോ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക്, പട്ടുപാവാട, ബ്ലൗസ്, പിന്നെ ക്രോപ്പ് ടോപ്പ്, സ്ലീവ്ലെസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട്, പഫ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു ക്ലാസ് ആണ്. അപ്പൊ നിങ്ങളിൽ ഒരു ധൈര്യം ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു തൊഴിൽ മാർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ അതിലേക്ക് എത്തിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഇന്ന് തന്നെ 80 86 81 49 49 നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ 80 86 82 49 49 പറഞ്ഞാൽ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ പാന്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, ആരി വർക്ക്, ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയിഡറിയും കൂടെ A to Z അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കോഴ്സ് നിങ്ങൾക്ക് 6 മാസം ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമാണ്. 500 രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചാൽ മതി. അപ്പൊ ഏറ്റവും ഒരു മികച്ച ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആഗ്രഹിക്കണതിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ക്ലാസ്സും തീർച്ചയായിട്ടും കിട്ടും. ഒരുപാട് പേരിന്റെ അടുത്ത് പറയാറുണ്ട്, മിസ്സ കയറി വരുമ്പോൾ 500 രൂപന്റെ ക്ലാസ്സല്ലേ, ഞങ്ങൾ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ കയറിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഇത്ര അധികം ടിപ്സും കാര്യങ്ങളും ഞങ്ങൾക്ക് ഇത്ര അധികം കോൺഫിഡന്റ് തരാനും കഴിയുന്ന ഒരു ക്ലാസ് ആണെന്ന് മനസ്സിലായത്. അത്തരം ഒരു ക്ലാസ് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നാളേക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 80 86 82 49 49 പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. കൂടാതെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നൈറ്റി ബിറ്റോണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ക്ലോത്തിൽ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 70 25 69 70 70 പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ അളവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ അയച്ചു തരും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.